ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നിപ്പോൾ വീട്ടിലാരും ഇല്ല. ഞാനും മോനും മാത്രമേ ഉള്ളൂ. അതിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ക്ലാസ് ഉണ്ട്. വൈഫ് ടീച്ചറാണ്. അവൾക്ക് ഇന്ന് ഞായറാഴ്ച ആയിട്ടും ക്ലാസ് ഉണ്ട്. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ ചെറിയതായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കടയിലോട്ട് പോവുകയാണ്, പൊയിനാച്ചി. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർ വരുമ്പോഴേക്ക് ചെറിയൊരു സർപ്രൈസായിട്ട്, ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് കടയിൽ കയറി ചിക്കൻ വാങ്ങാൻ വേണ്ടി. ലൈവായിട്ട് ചിക്കൻ ഇവിടെ കിട്ടും. ഞാൻ കാസർഗോഡിലൊക്കെ ലൈവായിട്ട് തന്നെ ഉള്ള ചിക്കനാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. ഇതിപ്പോൾ ഹൈവേ ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊയിനാച്ചി ബന്തെടുക്ക റൂട്ടിൽ ഉള്ള ചന്ദ്രേട്ടൻ്റെ കടയിൽ. ചന്ദ്രേട്ടൻ നമ്മുടെ നാട്ടുകാരും കൂടെയാണ്. അവിടെ നിന്ന് ചിക്കനും വാങ്ങിച്ചിട്ട് നേരെ പൊയിനാച്ചി സൂപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൂടെ വാങ്ങിച്ചിട്ട് ഒന്ന് വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ പൊയിനാച്ചി മദീന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും വാങ്ങിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണ്. അതിക്ക് ചെറിയൊരു ഹാപ്പിയിലാണ്. അവനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചെറിയൊരു പ്രിപ്പറേഷനാണ്. ദുബൈയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറുതായിട്ട് ചിക്കൻ കറിയുടെ ഇതൊക്കെ അറിയും. അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചോറും ഉണ്ടാക്കി. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഒരു കാസർഗോഡ് നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനു വേണ്ടി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ ചിക്കൻ മസാല, പിന്നെ അതിന് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വലിയൊരു ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/4 മണിക്കൂർ അരമണിക്കൂർ നേരം ഒന്നത് എല്ലാം ഒന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടി നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഫ്രിഡ്ജിനകത്താകുമ്പോൾ വേഗം ഒന്ന് ഇതാക്കി കിട്ടും. ആ സമയത്ത് നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കാം. ഒരു 4 ഉള്ളിയും 2 തക്കാളി, കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് അതിനൊന്നിച്ച് തന്നെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക്. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഫ്രൈ ചെയ്യാൻ നല്ലൊരു ഫ്രൈ ചെയ്യാനൊന്നും ആവശ്യമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എണ്ണയൊന്നും എടുത്തിട്ടൊന്നുമില്ല. എണ്ണ ചെറുതായി തൂവിക്കൊടുത്ത്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാറില്ല. എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ എല്ലാവർക്കും ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ച് മാത്രമേ എണ്ണ ഒഴിച്ചേ ഉള്ളൂ. ഒരു ഹെവി ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു പാകമാവുന്ന സമയത്ത് മാറ്റിയെടുക്കാം. പിന്നെ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കറിവേപ്പിലയും പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് മൂക്കുന്ന ടൈമിൽ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നല്ല കളർ വരും, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിനകത്തേക്ക് ഇടുക. നമ്മൾ ആദ്യം അത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പിട്ടുന്നു, അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. പിന്നെ തക്കാളി കുറച്ച് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തക്കാളി ഇടുക. തക്കാളി കുറച്ച് മൂത്ത് വരുന്ന ടൈമത്തേക്ക് നമുക്കിനി തേങ്ങ ആവശ്യമുണ്ട് ഇതിനകത്തേക്ക്. അതിനുവേണ്ടി കുറച്ച് തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കറിയാക്കുന്ന ടൈമിൽ തേങ്ങയൊക്കെ ഇടാറുണ്ട്. കുറച്ച് തേങ്ങ ഇട്ടു, കൂടുതലൊന്നും ഇട്ടില്ല, കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ട് നമുക്കൊരു വറുത്തെടുക്കുന്നത് പോലെയാണ്. ഞങ്ങളിവിടെ കാസർഗോഡ് ഇവിടെ അതിന് ചിക്കൻ വറവ് എന്ന് പറയും. ഞങ്ങൾ ദുബൈയിലുള്ള ടൈമിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏകദേശം പ്രവാസികളുടെ ഫുഡാണ്, അവിടെ നിന്നാണ് പഠിച്ചത് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അവൾ വരുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്തു വെച്ചത്. പക്ഷെ എനിക്ക് കഴിയുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അവൾ എത്തിയിരുന്നു. എന്നാലും ഞാൻ കുറച്ചൊക്കെ പിന്നെ അതിനകത്തേക്ക് ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു. ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കുറച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മുമ്പായിട്ട് കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ടിരുന്നു. കുറച്ച് നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇട്ട് കുറച്ച് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിന് കിട്ടും. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ചോറിനായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്. പിന്നെ അതിനകത്തേക്ക് ലാസ്റ്റ് മല്ലിയില കുറച്ചിട്ടു, ഓഫ് ചെയ്തു. ഇതൊരു പാചകരംഗമൊന്നുമല്ല. ഞാൻ ചെയ്ത ഒരു ശൈലി ഞാൻ ഇതിനകത്തേക്ക് അവതരിപ്പിച്ചു എന്നുള്ളൂ. ആ സമയത്ത് തന്നെ ചിത്ര എത്തിയിട്ടുണ്ട്. കറക്റ്റ് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്ക് തന്നെ അവൾ എത്തിയിട്ടുണ്ട്. അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന. അപ്പോൾ എൻ്റെ ഉദ്യമം സക്സസ്സായി. അപ്പോൾ ഓക്കെ ഗെയ്സ്.